നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ ദിവസം തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ഒരു ഫാഷൻ ഷോയുടെ ഒരു വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് എന്തിൻ്റെ പേരിലാണ് നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ലഹരി വേട്ടയ്ക്കെതിരെ നമ്മുടെ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് തൂഫാൻ. ഇന്നത് തമിഴ്നാട്ടിൽ വരെ എത്തി വിജയമായിട്ട് കൈകോർത്തു. അതിനൊരു വലിയൊരു പ്രോത്സാഹനം തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ഈ ഒരു പേക്കൂത്ത്, തൂഫാൻ്റെ പേരും പറഞ്ഞ് കുറേ തലേന്ന് വരെ തുണിയുരിച്ച് സോഷ്യൽ മീഡിയയിൽ തുണിയുരിച്ച് ശരീരം കാണിച്ച് പൈസ ഉണ്ടാക്കി പിള്ളേരെ, നമ്മളെ കൊച്ചു പിള്ളേരെ മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്ന ആളുകൾ നടത്തിയൊരു ചെറിയൊരു പരിപാടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഫാഷൻ ഷോ തൂഫാനുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ വന്നൊരു ഓഫീസർ കണ്ടല്ലോ, ആ ഓഫീസർ എക്സൈസിൻ്റെ ഒരു ഓഫീസറാണ്. എനിക്ക് ആ ഓഫീസറോട് പറയാനുള്ള, ഇതുപോലുള്ള തീട്ട പരിപാടിക്ക് പോയി ഉള്ള വിലയും നിലയും കളയാതിരിക്കുക. തൂഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹത്തായ ഒരു കാര്യമാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ട് നോക്കിയാൽ ആ തൂഫാൻ്റെ പേരും പറഞ്ഞിട്ട് അവിടെ നടത്തുന്ന കോപ്രായങ്ങൾ, ഫാഷൻ ഷോയും മ്യൂസിക്കൽ ഷോയും റാമ്പ് വാൾക്കും മണ്ണാങ്കട്ടയും, ഇങ്ങനെയാണോ ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ടത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത് കണ്ടു കഴിഞ്ഞാൽ കഞ്ചാവ് അടിക്കാത്ത ആളുകൾ പോലും കഞ്ചാവ് അടിച്ചു പോകും. അത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു ഒരു പരിപാടിയായിപ്പോയി. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള ഓഫീസർമാർ കാണുമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തീട്ട പരിപാടിക്ക്, നിങ്ങളൊരു പരിപാടിക്ക് പോകുന്നതിന് മുമ്പേ അത് എന്താണെന്ന് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം പോവുക. ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു സംഭവമാണ്, അതായത് മനസ്സിലാക്കുക. ഇതുപോലുള്ള തീട്ട പരിപാടിക്ക് തലവെച്ച് കൊടുക്കുന്നതിന് മുമ്പേ കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ച് മാത്രം ആ പരിപാടിയിൽ പങ്കെടുക്കുക. എന്തായാലും ഇതിനെപ്പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.